അതായത് ഞാൻ എപ്പോഴും പറയും, പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പൊ ടോം ഒരു ബിസിനസ് ഹെഡ് ചെയ്യുന്ന ഒരാളാണ്. ടോമിന്റെ ഒരു മാനേജറോട് പറയാണ്, നിങ്ങൾ യു ഹാവ് ടു കംപ്ലീറ്റ് ദിസ് അസൈൻമെന്റ് വിത്തിൻ 6 months. നിങ്ങളൊരു അസൈൻമെന്റ് കൊടുക്കുക. അയാൾ 6 മാസത്തിനുള്ളിൽ അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് ടോമിനെ അറിയാവുന്നറിയാം, 181ാമത്തെ ദിവസം അയാൾ ആ കമ്പനിയിൽ ഉണ്ടാവില്ല. ഒരു കമ്പനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഗവൺമെന്റില് ഞാൻ എപ്പോഴും പറയും, ഒരു തഹസിൽദാരോട് ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടി 2 ഏക്കർ സ്ഥലം എടുത്തു തരാൻ പറയാം. ഒരു അസൈൻമെന്റ് റവന്യൂ മിനിസ്റ്റർ ഒരു അസൈൻമെന്റ് കൊടുക്കുക. 6 മാസമല്ല 6 കൊല്ലം കഴിഞ്ഞാൽ എടുത്തു കൊടുക്കൂല. അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. കാരണം അക്കൗണ്ടബിലിറ്റി ഇല്ല. അദ്ദേഹം ആരോടും അക്കൗണ്ടബിൾ അല്ല. ഒരു പ്രശ്നമില്ല. ഇത് നമ്മുടെ ഈ ഒരു 50 കോടി രൂപയുടെ പ്രോജക്റ്റ് 3 കൊല്ലം കൊണ്ട് തീരേണ്ട പ്രോജക്റ്റ് 10 കൊല്ലം കഴിഞ്ഞാലും തീരില്ല. 500 കോടിയാവും ചിലപ്പോൾ 50 കോടി രൂപയുടെ പ്രോജക്റ്റ് ഫൈനൽ തീരുമ്പോൾ. അത് എവിടെ നിന്നാ പണം പോണത്? എക്സ്ചക്കറിൽ നിന്നാണ് ആ പണം പോകുന്നത്. ആരുടെ പണമാണ് ആ പോകുന്നത്? നമ്മൾ നികുതി അടയ്ക്കുന്ന പണമാണ് ആ പോകുന്നത്. ആ പബ്ലിക് എക്സ്ചക്കറിൽ നിന്നുള്ള ലീക്കേജ് നമ്മൾ തടയണം. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഗവൺമെന്റിലും ഈ അക്കൗണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യണം. 180 ദിവസം കഴിയുമ്പോൾ 181ാമത്തെ ദിവസം നോക്കി ഇയാൾ സ്ഥലം എടുത്തു തന്നിട്ടില്ലെങ്കിൽ ഈ ഷുഡ് ബി അക്കൗണ്ടബിൾ. അത് നമുക്ക് എന്തുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിൽ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നത് പോലെ ഗവൺമെന്റ് സെക്ടറിൽ ചെയ്യാൻ പാടില്ല? ഇപ്പൊ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥർ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് സിവിൽ സർവീസ് കഴിഞ്ഞാൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു എക്സാമിനേഷൻ പാസ്സായി വന്ന ഭയങ്കര മിടുക്കന്മാരാണ്, ഭയങ്കര പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആളുകളാണ് വന്ന്. പക്ഷെ അവരവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമാവുകയാണ്. അവിടുത്തെ കൾച്ചർ മാറ്റണം. നമ്മൾ കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ തീരുമാനിക്കപ്പെടുകയും നടപ്പാക്കുകയും ചെയ്യും. 1 കൊല്ലം കൊണ്ട് ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ 1 കൊല്ലം കൊണ്ട് തീർന്നിരിക്കണം.